അസ്സാം വലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇസ്ലാം വിമർശകരുടെ പല നുണകളും നമ്മളിങ്ങനെ പരിശോധിക്കുന്ന കൂട്ടത്തിൽ ചില നുണകൾ അടങ്ങുന്ന ഒരു വീഡിയോ, പ്രത്യേകിച്ച് നമ്മളെടുത്ത ഒരു വീഡിയോക്ക് പ്രതികരണമായി വന്നൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ നമ്മൾ നുണകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ കേട്ട് നമ്മളിങ്ങനെ ചിരിച്ചുപോയി. കാരണം അവർ പറഞ്ഞ വാദങ്ങളിലെ ഒരു പരിഹാസ്യത നമുക്ക് ബോധ്യമായതുകൊണ്ടാണ് അങ്ങനെ ചിരി വന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. നമ്മള് പിന്നെ ഒരു വലിയൊരു നുണ നമ്മൾ പിടിച്ചു. ആ പിടിച്ച നുണയെ ന്യായീകരിക്കാൻ വേണ്ടി പിന്നെ അത് നുണയല്ലാന്ന് വരുത്തി തീർക്കാനൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞൊരു കാര്യം, അയാളുടെ തെളിവുകളുടെ ഒക്കെ ഒരു രീതി, ഇവരൊക്കെ ഇസ്ലാമിനെതിരെ എങ്ങനെയുള്ള തെളിവുകളാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതില്ല നല്ലൊരു എക്സാമ്പിൾ കൂടിയാണത്. അത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അവയെ നിന്ദിച്ച് മുഹമ്മദ് വിളിച്ചിട്ട് ആ ആദർശം സ്വീകരിക്കാൻ കഴിയാത്ത ആളുകളോട് ആക്രോശിച്ച്, ലൈഫായ ഹദീസ് വരെ എടുക്കൂലാത്തോണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ തിർമിദിയിൽ വേറെ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മക്ക പിടിച്ചടക്കും എന്നും കഅബ മുസ്ലിങ്ങളുടേത് മാത്രമാക്കുമെന്നും അവരെ എതിർത്താൽ മുഹമ്മദിനെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ച മുഹമ്മദിനെ കളിയാക്കിയവരോട് നിങ്ങൾക്ക് ഞാൻ കൂട്ടക്കൊല കൊണ്ടുവരും എന്ന്, അതായത് അവരെ മുഴുവനായിട്ട് കൊന്നൊടുക്കിയിട്ടാണെങ്കിലും മുഹമ്മദ് ഇസ്ലാം മക്കയിൽ ഉറപ്പിക്കുമെന്നും കഅബ പിടിച്ചടക്കുക തന്നെ ചെയ്യുമെന്നും പ്രഖ്യാപിച്ച മുഹമ്മദ്, ആ മുഹമ്മദിനെയാണ് 13 കൊല്ലക്കാലം മക്കക്കാർ സഹിച്ചത്. അപ്പൊ ലൈഫായ ഹദീസ് എടുക്കാത്തോണ്ട അല്ലെങ്കിൽ കാണിച്ചു തന്നേനെ. അപ്പൊ ഇപ്പൊ ഒരാളിങ്ങനെ പറയാന്ന്, അത് നോവലിൽ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ തെളിവായിട്ട് എടുക്കാത്തോണ്ടാണ്, ഇല്ലേ ഞാൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞാല്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു പിന്നെ പരിഹാസ്യതയാണ് കാണിക്കുന്നത്. ഇവർ വലിയ കാര്യം മാതിരി ഒരു നുണ പറഞ്ഞു. സംഭവം നുണ നമ്മൾ പിടിച്ച വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ മക്കക്കാരായ ആളുകൾ അവർ വധിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അവർ പിന്നെ ആ നിലക്ക് പിന്നെ സംഘടിതമായി, അതാണ് ഇനി അടുത്തത്, അതൊക്കെ വരാനുണ്ട്. അപ്പോൾ അങ്ങനെ വധിക്കാൻ പ്ലാൻ ഇട്ടു എന്നുള്ളതും അല്ലെങ്കിൽ അതിന് ശ്രമിച്ചു എന്നുള്ളതിന് ഒരു തെളിവും ഇല്ല, ഒരു രേഖയില്ല എന്നൊക്കെ ഭയങ്കര ആധികാരികമായിട്ട് പറഞ്ഞു. എന്നിട്ട് അവരത് പറഞ്ഞെന്തിനാന്ന് ചോദിച്ചാൽ, മുഹമ്മദ് നബിയെ എന്ത് ചെയ്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം അവരാരും ഉപദ്രവിക്കാൻ ഒന്നും ശ്രമിച്ചില്ല. അവർ ഭയങ്കര സഹിഷ്ണുതയുള്ള ആൾക്കാർ. റസൂലോ തിരിച്ച് അവരെന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു. ഇതാണ് ഇയാൾ ഉണ്ടാക്കി വെക്കാൻ ശ്രമിച്ച ഒരു ഇമേജ് എന്ന് പറയുന്നത്, നറേറ്റീവ് അതായിരുന്നു. പക്ഷേ നമ്മളത് പിടിച്ചു, അതിൻ്റെ നുണ നമ്മൾ പറഞ്ഞു, കുറേ തെളിവുണ്ട്, എല്ലാ തെളിവും കൂടി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് എന്നിട്ട് 5 തെളിവാണ് കൊടുത്തു. എന്നിട്ട് അതിനോടൊന്നും പ്രതികരിക്കാതെ ഇവർ വീണ്ടും എന്ത് ചെയ്യാണ്, അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇയാൾ പറയുന്നത് വെച്ചാൽ, ഇയാൾ ഈ നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് മൊത്തത്തിലുള്ള അതിൻ്റെ ഒരു റിയാലിറ്റിയാണ് ഇവിടെ കണ്ടത്. അതായത് ഇയാൾ കുറെ ലൈഫായ ഹദീസൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് ഇയാൾ എടുത്ത് തള്ളിയത്. അപ്പൊ നമ്മൾ തെളിവ് ചോദിക്കുമ്പോൾ നിങ്ങൾ ലൈഫായ ഹദീസ് എടുക്കൂലല്ലോ, അതുകൊണ്ടാണ്. ലൈഫായ ഹദീസ് എടുക്കുമായിരുന്നെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. ഹദീസുകൾ ലൈഫാക്കുന്നതന്നെ എന്തുകൊണ്ടാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് അത് പറഞ്ഞത് എന്നതിന് ആധികാരികമായ തെളിവില്ലാത്തതുകൊണ്ടാണ്. അത് ഇനിയിപ്പോ ഇവർക്കിത് അറിയാത്തോണ്ടാണെന്ന് അറിയില്ല. എന്താണ് ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ? ദുർബലം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ദുർബലമായ തെളിവാണത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒരു ഹദീസ് ലൈഫ് ആണെന്ന് പറഞ്ഞാൽ ആ ഹദീസ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒതന്റിക് ആയിട്ട് എത്തുന്നില്ല. ഇതുകൊണ്ടാണത്. അത് മുസ്ലിങ്ങളുടെ പ്രമാണം എന്താണ്, അല്ലെങ്കിൽ ഒതന്റിസിറ്റി എപ്പോഴാണ് തെളിയിക്കപ്പെടുന്നത്? സ്വഹീഹാവുമ്പോഴാണ്. ലൈഫ് ആണെങ്കിൽ അത് പിന്നെ ഒതന്റിസിറ്റി ഇല്ല എന്നുള്ളതാണ് അത് വ്യക്താക്കുന്നത്. അപ്പോൾ ഒതന്റിസിറ്റി ഇല്ലാത്തതായിപ്പോയി, അല്ലെങ്കിൽ കാണിച്ചു തരുമായിരുന്നു എന്ന് പറയുന്നത് എന്തൊരു ബാലിശമായ ന്യായമാണ്. കുറച്ചും കൂടി പച്ചമലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, എന്റെ തെളിവ് വിശ്വസിക്കാൻ പറ്റാത്ത തെളിവാണ്, അത് വിശ്വസിക്കുമായിരുന്നെങ്കിൽ കാണിച്ചു തരുമായിരുന്നു. ഞാൻ പറഞ്ഞത് കളവായിപ്പോയി, അല്ലെ കളവല്ലായിരുന്നെങ്കിൽ കാണിച്ചു തരുന്നതൊക്കെ പറഞ്ഞവര്, അതായത് വിശ്വസനീയമല്ലാത്തൊരു തെളിവ് കൊണ്ടുവരിക, അത് വെച്ചിട്ട് വലിയ വർത്തമാനം പറയാ, എന്നിട്ട് വലിയ പ്രസംഗം നടത്തുക, എന്നിട്ട് അതിന്റെ പേരിൽ മുഹമ്മദ് നബിയെ, അതായത് കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു പ്രവാചകനെ കള്ളനാണെന്നും കൊള്ളക്കാരനാണെന്നൊക്കെ അത് വെച്ചിട്ട്, അത്തരത്തിലുള്ള കുറേ ഇത്തരത്തിലുള്ള ദുർബലമായ തെളിവുകളൊക്കെ വെച്ചിട്ട് ഒരു കെട്ടിപ്പടുത്ത ഒരു നുണ. ആ നുണയെ നമ്മൾ പിടിച്ചപ്പോൾ പിന്നെ പറയാണ്, എൻ്റെ കയ്യിലുള്ള ഹദീസുകൾ എന്നൊക്കെ പറയുന്നത് എൻ്റെ നെറേറ്റീവിന് പറ്റിയത്, അതായത് മക്കക്കാർ നല്ലൊരു മുഹമ്മദ് നബി മോശവും എന്നുള്ളതിന് എൻ്റെ കയ്യിലുള്ള തെളിവൊക്കെ ലൈഫായി പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നതിന് എന്നുള്ള തെളിവുകളൊക്കെ ദുർബലാണ് എന്നുള്ള സമ്മതിച്ചല്ലോ. അപ്പൊ ഇത് ആളുകൾ, ഇത് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിലയിരുത്താവുന്നതാണ്. ഇങ്ങനെയാണ് ഇവർ നിങ്ങളെ പറ്റിക്കുന്നത്.
അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. ഇങ്ങനെയാണ് ഇവർ പറ്റിക്കുന്നത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ ഒതന്റിസിറ്റി നോക്കാതെ ഇപ്പം മാത്രമല്ല, മുമ്പ് ബിലാൽ റളിയല്ലാഹു അൻഹുവായിട്ട് ബന്ധപ്പെട്ട് അതെ. വളരെ നികൃഷ്ടമായ ഒരു ആരോപണം, പിന്നെ കഅബയിൽ പോയി മലമൂത്ര വിസർജനം ചെയ്തു എന്നൊക്കെ പറഞ്ഞു കണ്ട് വലിയൊരു ഉം. സംവാദത്തിൽ ആളുകളുടെ മുമ്പിൽ അത് പറഞ്ഞു. എന്നിട്ട് നമ്മൾ അതിനെ പിന്നെ അതിന്റെ ഒതന്റിസിറ്റി ചോദിച്ചപ്പോൾ ഒതന്റിസിറ്റി ഒന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല, നിങ്ങളെ ഗ്രന്ഥത്തിലുണ്ടല്ലോ എന്നുള്ളത്. അതായത് മുസ്ലിങ്ങൾ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ എല്ലാ തരത്തിലുള്ള റിപ്പോർട്ടുകളും എഴുതും. അത് തന്നെ ലൈഫാണോ സ്വഹീഹാണോ എന്ന് അതേ ഗ്രന്ഥങ്ങളിലും അല്ലെങ്കിൽ പണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായ സനദുകൾ പരിശോധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒതന്റിസിറ്റിയിൽ മുസ്ലിങ്ങൾക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ മുസ്ലിം ഗ്രന്ഥങ്ങളിൽ അതിലൊരു പ്രശ്നവും കാണുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാണ് ഇവര്, ഒതന്റിസിറ്റി ഇല്ലെങ്കിലും ആ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ, എടുക്കാൻ പറ്റാത്തതാണെങ്കിലും അല്ലെങ്കിൽ ഒതന്റിസിറ്റി ഇല്ലാത്തതാണെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലക്കാണ് ഇവർ ഇസ്ലാമിക പ്രമാണങ്ങളെ കാണുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും മുസ്ലിങ്ങൾ ബഹുമാനിക്കുന്ന മുഹമ്മദ് നബി ആണെങ്കിലും സ്വഹാബത്തിനാണെങ്കിലും ഒക്കെ മോശക്കാരാക്കണം. അതെ. അതിനുവേണ്ടി എന്ത് തരത്തിലുള്ള ദുർബലമായ റിപ്പോർട്ടുകളും ഒതന്റിസിറ്റി ഇല്ലാത്ത റിപ്പോർട്ടുകളും ഇനി ഒന്നുമില്ലാത്ത ആരെങ്കിലും എഴുതി വെച്ച സാധനമാണെന്നുണ്ടെങ്കിലും അതൊക്കെ കൊണ്ടുവരും എന്നുള്ളതാണ് ഇവരുടെ ഈ ആറ്റിറ്റ്യൂഡ് എന്ന് ശരിക്കും മനസ്സിലാകുന്നത്. ഇതിൽ വേറൊരു കോമഡിയും കൂടി നമുക്ക് കേൾക്കാം. അതും കൂടി കേട്ടിട്ട് നമുക്ക് ഒരു അഭിപ്രായം പറയാം. മുഹമ്മദിന്റെ ആരാധനാ സ്വാതന്ത്ര്യം പൂർണ്ണമായി വകവെച്ചു കൊടുത്ത ഒരു സമൂഹമാണ് മക്ക ഖുറൈശികൾ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. മക്ക ഖുറൈശികൾ മുഹമ്മദിനോട് സഹിഷ്ണുത കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞത് വലിയ നുണയാണല്ലോ. ഒരല്പബുദ്ധിക്ക് ആലോചിച്ചാൽ പോലും കിട്ടൂലേ? ഇന്നത്തെ കാലത്തെ മാനുഷികമായ സങ്കല്പങ്ങളോ ജനാധിപത്യ ബോധമോ അല്ലെങ്കിൽ ഈ മാനവിക ചിന്തയോ അല്ലെങ്കിൽ ഈ അവകാശങ്ങളെ കുറിച്ചുള്ള കാര്യം ഒന്നും ഇല്ലാത്ത ഒരു ഗോത്ര സമൂഹത്തിനകത്ത്, ഇവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ, സത്യവും നീതിയും ഉണ്ടായിരുന്നില്ലാത്ത നാട്ടിൽ, അവരുടെ വേദഗ്രന്ഥങ്ങളെ മുഴുവൻ അപഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് 13 വർഷം ഒരു മനുഷ്യന് അത്തരമൊരു സമൂഹത്തിനകത്ത് സർവൈവ് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? ബാക്കിയൊക്കെ പോട്ടെ. അപ്പോൾ സംഭവം ആ അല്പബുദ്ധിയിൽ ചിന്തിച്ചതാണ് അതെ. സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അല്പബുദ്ധിയിൽ ആലോചിച്ചിട്ട് മൂപ്പർക്ക് തോന്നിയ വലിയ കാര്യമാണ്, വലിയ യുക്തിയാണ്. ഇതിൽ ശരിക്കും നമ്മൾ പറഞ്ഞ ഒന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ പിടിച്ച നുണ, അത് നമ്മളതിന് കൊണ്ടുവന്നിട്ടുള്ള തെളിവുകൾ, അത് തെളിവാണോ അല്ല, ഇപ്പോൾ ഈവൻ സംഘടിതമായി എന്നുള്ളതിന് പോലും നമ്മൾ തെളിവുണ്ട്, അതിലേക്ക് നമുക്കിനി വരാം. പക്ഷേ അതിനെ ഒന്നും പറയില്ല. ഇപ്പോൾ ഇയാൾ പറഞ്ഞ കാര്യം അതിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് ഇയാൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ അതെ. ഇയാൾ വീണ്ടും എന്ത് ചെയ്യാണ്, വേറെ കുറെ വൈറ്റ് വാഷും കൊണ്ടുവന്നിട്ട് അവിടെ കിടന്ന് ന്യായീകരിച്ച് മെഴുകാണ് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇങ്ങനെ കുറെ അല്പബുദ്ധി പറയാ, പിന്നെ വേറെ കുറെ സ്ഥലത്ത് എൻ്റെ കയ്യിലുള്ള തെളിവ് ദുർബലമായിപ്പോയി അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ എന്ന് പറയാം. ഇതൊക്കെയാണോ? ഇതൊരു സത്യസന്ധത വേണ്ടേ? ഒരു കാര്യം പറയുമ്പോൾ ഒരു കാര്യം വളരെ പിന്നെ കോൺഫിഡൻസോടുകൂടി സ്റ്റേറ്റ്മെന്റ് പറയുന്നു, അത് പിടിച്ചപ്പോൾ പിന്നെ അവിടുന്ന് ഇങ്ങനെ ഉരുളുക, എൻ്റെ കയ്യിലുള്ളത് ദുർബലമായിപ്പോയി എന്ന് പറയാ. ഇതൊക്കെയാണോ ഒരു ഒരു ആത്മാർത്ഥമുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ ഇതിൽ പറഞ്ഞൊരു കോമഡി ഉണ്ടല്ലോ, അതായത് 13 കൊല്ലം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ഇങ്ങനെ സർവൈവ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ മൂപ്പർ പറഞ്ഞു കൊണ്ടുവരാൻ ശ്രമിക്കണം എന്താന്ന് വെച്ചാൽ ഇവര് സഹിഷ്ണുത ഉള്ളതുകൊണ്ടാണല്ലോ. അതെ, അവിടെ 13 കൊല്ലം ഒരു 13 പ്രശ്നം ഇല്ലാതെ ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതെ നിന്നല്ലോ എന്നല്ല. എല്ലാം അപ്പോഴാണ് നമ്മൾ കുറെ തെളിവുകൾ കാണിച്ചു കൊടുത്തത്. അതെ. ഇങ്ങനല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പലരും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. കൊന്നിട്ടുണ്ട്. സ്വഹാബികൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, മരണത്തിന്റെ വക്കീലായിട്ടുണ്ട്. ഇങ്ങനെ കുറെ തെളിവുകൾ നമ്മൾ കൊടുത്തു. അപ്പോഴാണ് മൂപ്പർ പിന്നെ വേറെ കുറെ ന്യായങ്ങൾ, അത് നമ്മൾ വേഗത പറയും ഇൻഷാ അല്ലാഹ്. പക്ഷെ ഇവിടെ മൂപ്പർ പറഞ്ഞൊരു സംഗതി, അങ്ങനെ സർവൈവ് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് തിരിച്ചു വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. അപ്പൊ ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിൽ ഹിറ്റ്ലർ ഏകദേശം 12 കൊല്ലം ഈ ഹോളോകാസ്റ്റ് ഇതൊക്കെ നടത്തിയതാണ്, കൂട്ടക്കൊലകൾ നടത്തിയതാണ്. അത്രയും കാലം ഈ ജൂതന്മാർ എങ്ങനെയാണ് ഹോളോകോസ്റ്റ് സർവൈവേഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ. അതായത് ഹിറ്റ്ലറിന് ശേഷം അവിടെ ജീവിച്ച ജൂതന്മാരുണ്ട്, വിക്ടർ ഫ്രാങ്കലിനെ പോലെ മാൻസ് സെർച്ച് ഫോർ മീനിങ് ഒക്കെ എഴുതിയ ആളുകൾ വരെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ജൂതനെ വെച്ചുകൊണ്ട് പറയാണ്, ഈ ജൂതനെ കണ്ടോ, ഈ ജൂതൻ ഹിറ്റ്ലറിന്റെ കാലത്ത് 12 കൊല്ലം ജർമ്മനിയിൽ ജീവിച്ചു, എന്നിട്ട് ഹിറ്റ്ലർ എന്ത് ചെയ്തോ, എത്ര സഹിഷ്ണുതയുള്ള ഹിറ്റ്ലർ, എത്ര നല്ല മനുഷ്യൻ, തങ്കപ്പെട്ട മനുഷ്യനായ ഹിറ്റ്ലർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഈ അല്പബുദ്ധി വെച്ചിട്ട് അങ്ങനെയൊക്കെ പറയാട്ടോ. അല്പബുദ്ധി വെച്ചിട്ട് ആലോചിച്ചാൽ എന്ത് പറയാൻ പറ്റും, ഹിറ്റ്ലർ എന്ന് പറയും തങ്കക്കട്ടി, അതിനപ്പുറത്തൊന്നും പറയാനില്ല. അതേപോലെ തന്നെ നമ്മൾ ആലോചിച്ച് വെക്കുക, ഈ ഹിറ്റ്ലർ 12 അതിനും അപ്പുറത്തേക്ക് പതിറ്റാണ്ടുകളോളം ഭരിച്ച ക്രൂരന്മാരായ ഭരണാധികാരികളുണ്ട്, അവരുടെയൊക്കെ കീഴിൽ സർവൈവ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ എന്നാൽ അതേ സമയത്ത് ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, കൊള്ളയും കൊലയും പീഡനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് മക്കാ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം. അവരെന്ത് ചെയ്തിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചിട്ടുണ്ട്, അങ്ങേയറ്റം ദ്രോഹിച്ചിട്ടുണ്ട്, മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ട്, അവരെ പട്ടിണിക്കിട്ടിട്ടുണ്ട്. റസൂലിനെ മാത്രമല്ല, റസൂലിന്റെ കുടുംബത്തെ മുഴുവൻ പട്ടിണിക്കിട്ടിട്ടുണ്ട്. അവർക്ക് അവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഏതുവരെ ചോദിച്ചാൽ അത്രയും പ്രയാസപ്പെട്ട് എന്ത് കിട്ടിയാലും ഭക്ഷണം കഴിക്കുമെന്ന അവസ്ഥയിലേക്ക് പട്ടിണി കൊണ്ട് വലഞ്ഞിട്ടുണ്ട്.
എത്തിയിട്ടുണ്ട്. അതേപോലെ ഇലകൾ വരെ ഇലകൾ വരെ ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക്, ചവച്ചറക്കാൻ പറ്റുന്ന എന്തെങ്കിലും കിട്ടിയാൽ അതൊക്കെ ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് പട്ടിണിക്കിട്ട് അവരെ, അതെന്ന് വെച്ചാൽ ഒരു കുടുംബത്തെ മുഴുവൻ അങ്ങനെ ചെയ്യാൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ ആളുകളെ അങ്ങേയറ്റം പീഡിപ്പിച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹുവിന്റെ കഥ നമുക്കറിയാം. അതുപോലെ തന്നെ അമ്മാർ, യാസിർ പിന്നെ ദമ്പതികൾ, അങ്ങനെയുള്ള ഒരുപാട് സ്വഹാബിമാരുടെ കാര്യം, അവരെ കൊലപ്പെടുത്തിയ ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പിന്നെ പീഡനം നടന്നിട്ടുണ്ട്, പട്ടിണിക്കിടൽ നടന്നിട്ടുണ്ട്, കൊലപാതക ശ്രമം നടന്നിട്ടുണ്ട്, കൊലപാതകത്തിനുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പിന്നെ പീഡനങ്ങളും പീഡനങ്ങൾ കാരണം പലായനം വരെ നടന്നിട്ടുണ്ട്. മദീനയിലേക്ക് പലായനത്തിന് മുമ്പ് എത്യോപ്യയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ അസഹിഷ്ണുത ഉള്ളതുകൊണ്ടല്ലേ. അപ്പൊ ഇത് ഈ 12 കൊല്ലത്തിനിടയിൽ ഇതൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയണ എന്തൊരു നല്ല സഹിഷ്ണുതയുള്ള മനുഷ്യന്മാർ. ഇത് മാത്രമല്ല, തെളിവെന്താ 13 കൊല്ലം ജീവിച്ചല്ലോ, കൊന്നിട്ടില്ലല്ലോ എന്നുള്ളതാണ്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ 13 കൊല്ലം എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ആ 13 കൊല്ലത്തിൽ ആദ്യത്തെ 4 വർഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നില്ല? പരസ്യപ്രബോധനം ചെയ്യുന്നില്ല. പുറത്തേക്ക് പറയാതെ. എന്തുകൊണ്ടാ? നല്ല സഹിഷ്ണുതയുള്ള മനുഷ്യന്മാരാണെങ്കിൽ പോയിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ. ഇവിടെ 4 കൊല്ലം പുറത്തേക്ക് പറയുന്നില്ല. പുറത്തേക്ക് പറയാതെ ഉള്ളിൽ മാത്രം സംസാരിക്കുകയും അവരുടെ പിന്നെ അനുയായികളെ മാത്രം വിളിച്ചിരുത്തി അവർക്ക് ഖുർആൻ ഓതി കൊടുക്കുകയും അവർക്ക് ഉത്ബോധനം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ വളരെ രഹസ്യമായി, അതുപോലെ തന്നെ ഇതിനോട് മനസ്സ് ചാഞ്ഞു നിൽക്കുന്ന ആളുകളോട് മാത്രം സംസാരിക്കുക, സ്വയം താല്പര്യപ്പെട്ട് വരുന്നവരോട് സംസാരിക്കുക എന്ന രൂപത്തിലാണ് 4 വർഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ഒന്നാമത്തെ ചോദ്യം, വളരെ സഹിഷ്ണുതയുള്ള ജനാധിപത്യത്തിന്റെ അങ്ങേയറ്റായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തിനാ അതിന്റെ ആവശ്യം? ആദ്യം മുതലേ അങ്ങ് പറഞ്ഞാൽ പോരെ. രണ്ടാമത്തെ കാര്യം, ഈ 13 കൊല്ലം എന്ന് പറയുന്നതിൽ 4 വർഷം അങ്ങനെ തന്നെ പോയി. ബാക്കി 9 വർഷത്തിലാണ് ആകെ എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും പുറത്ത് പറയുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം. മാത്രമല്ല, പിന്നെ ആ 4 വർഷം കഴിഞ്ഞ 4 വർഷം മുതൽ എന്ത് ചെയ്യും, 4-ാമത്തെ വർഷം മുതൽ പരസ്യപ്രബോധനം തുടങ്ങി. അപ്പോൾ തന്നെ അങ്ങേയറ്റത്തെ പീഡനം തുടങ്ങുകയാണ്. വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ്. ആ പ്രയാസങ്ങൾ സഹിക്കാതെയാണ് ഹിജ്റ 5-ാം വർഷത്തിൽ, അതായത് 4 വർഷം ഉള്ളിൽ മാത്രം സംസാരിച്ച് 4-ാമത്തെ വർഷം പുറത്തു പറഞ്ഞ് 1 വർഷത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരുന്നു, അവിടെ പലായനം ചെയ്യേണ്ടി വരുന്നു, അവിടുന്ന് ഓടിപ്പോകേണ്ടുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. അത് തന്നെ ഒരു ക്രൈസ്തവ പിന്നെ ആയിട്ടുള്ള ഒരു രാജാവിൻ്റെ അടുത്തേക്ക് പോയി അഭയം തേടുന്ന ഒരു അവസ്ഥയിലേക്ക്, അബിസീനിയയിലേക്ക് പോകുന്നുണ്ടെന്ന അവസ്ഥ ഉണ്ട്. 1-ാമത്തെ ബാച്ച് പോകുന്നതാണ് 5-ാമത്തെ വർഷം, പിന്നെയും അബിസീനിയയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട്, ഇനി ചിലപ്പോൾ അതായിരിക്കും ചോദ്യം, എന്തുകൊണ്ട് റസൂല് പോയില്ല, മുഹമ്മദ് നബി പോയില്ല എന്നായിരിക്കും. അപ്പോൾ അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്ദേശം അവിടെ എത്തിക്കാൻ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. അതുകൊണ്ട് റസൂലിന് പോകാനുള്ള അനുവാദം കിട്ടിയില്ല. അവിടെ ജീവനിൽ കൊതിയോടുകൂടി അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി എന്ത് ചെയ്യുന്നു, കുറച്ച് ആളുകൾ അവിടുന്ന് പിന്നെ ഓടിപ്പോകേണ്ടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഹിജ്റ ചെയ്യേണ്ടുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇപ്പോൾ ജീവിതത്തിനൊരു ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നാൽ പോലും അള്ളാഹുവിന്റെ കൽപ്പന കിട്ടാതെ ഒരിക്കലും അവിടെ പോകാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കൽപ്പന വരുന്നവരെ കാത്തിരുന്നു എന്നുള്ളതാണ് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ടാണ് ആ കൽപ്പന വന്നപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അനുവാദം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുവരെ എന്തുകൊണ്ടാണ് അനുവാദം കിട്ടിയിട്ടില്ല? ഒരു പ്രവാചകൻ എന്നുള്ള ആൾക്ക് അത് വേറൊന്നിനും കൂടി തെളിവാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്. അല്ലാതെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഇങ്ങനെ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു രീതിയല്ല സ്വീകരിച്ചെന്നുള്ള തെളിവും കൂടിയാണ്. മാത്രമല്ല, ഇതിൽ പിന്നെ ചിലപ്പോൾ ബാക്കി 9 വർഷം, അല്ലെങ്കിൽ ഈ അബിസീനിയയിലേക്ക് വരാനടക്കം 9 വർഷം ബാക്കി എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ കാണുന്നത് ഒറ്റയടിക്ക് മദീനത്ത് നേരെ അങ്ങനെ വിസ എടുത്ത് കണ്ട് ഫ്ലൈറ്റിലങ്ങ് പോവല്ലോ. അവിടെ പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം. മാത്രമല്ല, അവിടെ വേറെ വിഷയം കൊണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ അവിടെ കുടുംബമുണ്ട്. മുസ്ലിങ്ങൾ തന്നെ കുടുംബം, അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ മക്കയിലുള്ള ഗോത്ര വ്യവസ്ഥയിലുള്ള ചില സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജീവിക്കുന്നത്. ഒരുപാട് ത്രറ്റുകൾ ഉണ്ടായിട്ടും അവിടെ ജീവിക്കുന്നത് എങ്ങനെയാണ്, അവിടെയുള്ള ഗോത്രത്തിൽ ഒരാൾ സംരക്ഷണം നൽകാൻ ഒരാളുണ്ടെങ്കിൽ അവിടെ പൊതുവിൽ ആളുകൾ ആക്രമിക്കാൻ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇയാളുടെ കീഴിലാണ് ഇയാൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. അത് ഒരു പ്രമാണിയോ അല്ലെങ്കിൽ കുറച്ചറിയപ്പെടുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ചും ആ ഒരു സംരക്ഷണത്തിലുള്ള ആളുകൾ കുറച്ചുകൂടിയൊക്കെ ഒരു സേഫാണ്. ആ ഗോത്ര വ്യവസ്ഥയിലുള്ള ഒരു സിസ്റ്റത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കാലങ്ങളിൽ. എന്നാൽ അങ്ങനെ പിന്നെ സംരക്ഷണം നൽകാനില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള സ്വഹാബിമാരാണ് എന്ത് ചെയ്യുന്നത്, വല്ലാതെ പ്രയാസപ്പെടുന്നത്. അവര് പല ആളുകളും കൊല്ലപ്പെടുന്നു, പല ആളുകളും അങ്ങേയറ്റത്തെ പിന്നെ പീഡനങ്ങൾ അനുഭവിക്കുന്നു. അത് സഹിക്കാൻ പറ്റാത്ത പല ആളുകളും നാടുവിട്ടു പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, റസൂൽ ഈ ഒരു കുറച്ച് വ്യവസ്ഥകളോ അല്ലെങ്കിൽ അവിടെയുള്ള ഗോത്ര വ്യവസ്ഥകളിലൊക്കെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് കുറേയൊക്കെ അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ടും
നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ ഒരുപാട് വധശ്രമങ്ങളും അതുപോലെ തന്നെ പിന്നെ ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങളും ഉപദ്രവങ്ങളും എല്ലാ കാര്യങ്ങളും നടക്കുന്നു. എന്നിട്ട് അവസാനം ഉപദ്രവങ്ങളുടെ എല്ലാം ഇടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? സേഫ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള പിന്നെ ആലോചനകൾ നടത്തുന്നു, അതിനുള്ള ചർച്ചകൾ നടത്തുന്നു. അതുപോലെ തന്നെ വരുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ആളുകളോട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവസാനം ഇതുപോലും ഉണ്ടാകുന്നത് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഹിജ്റ പോകുന്നത് തന്നെ Yes. ഈ സംരക്ഷണം നൽകിയവരുടെ മരണത്തിന് ശേഷമാണ്. അതെ അതെ yes. അതുവരെ സംരക്ഷണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ നിൽക്കാം, സർവൈവ് ചെയ്യാം. അതെ മൂപ്പര് പറഞ്ഞ പോലെ 13 കൊല്ലം എങ്ങനെ സർവൈവ്, അതിന്റെ ഉത്തരം ഇതാണ്. അതെ, അതെ. ചരിത്രം പഠിക്കണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. അതെ അതെ അപ്പം അങ്ങനെയുള്ള എല്ലാ അവലംബങ്ങളും നഷ്ടപ്പെട്ട് അവിടെ ഇനി ജീവിക്കാൻ തീരെയും സാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, കാരണം ഓൾറെഡി സംരക്ഷണത്തിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് കുറച്ചുകൂടി പ്രയാസകരമായിരിക്കും എന്ന് മനസ്സിലാകുന്നു. പിന്നെ അള്ളാഹുവിൻ്റെ അനുവാദം കിട്ടുന്നു. അതേപോലെ തന്നെ മദീനയിലേക്ക് ആ സമയം ആകുമ്പോഴേക്ക് മദീനയിൽ എന്ത് ചെയ്യുന്നു? ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകുന്നു. ഇതൊക്കെ കൂടി ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? 13ാമത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ ഇവിടെ പോകുന്നത്. വേറൊരു വിഷയം കൂടി നമ്മൾ ചോദിക്കണം. ഇപ്പൊ ഒരു ചോദ്യങ്ങൾ ചോദിച്ചു, അതോടൊപ്പം വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് തോന്നുന്ന സംഗതി, ഇപ്പൊ ഇതെന്തിനാണ് ലിയാഖത്ത് ഇത് പറയുന്നത്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റുള്ളവരുടെ അസഹിഷ്ണുത നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് മദീനയിലേക്ക് പോയത്. അതെന്തിനാണ് സ്ഥാപിക്കുന്നത്? ഈ ഇസ്ലാമിലുണ്ടായ യുദ്ധങ്ങളൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കൊതി കാരണമാണ്. അത് സ്ഥാപിച്ച അങ്ങനെ അതെ. കൊണ്ടുപോകാനാണ്, ആ നറേറ്റീവ് കൊണ്ടുപോകാനാണ്. അപ്പൊ യുദ്ധക്കൊതി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അല്ലാതെ ഇവരൊക്കെ പഞ്ചപാവങ്ങളായ സാധുക്കളായ സഹിഷ്ണുതയുള്ള മതസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന മഹാന്മാരാണെന്നുള്ള രൂപത്തിലാണ് മക്കക്കാരെ അവതരിപ്പിക്കുന്നത്. അതാണ് അതിന്റെ ലക്ഷ്യം, ഇങ്ങനെ അവതരിപ്പിക്കാൻ. പക്ഷേ ഇതിലുള്ള മൂപ്പരുടെ തെളിവ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ 13 കൊല്ലം അവിടെ സർവൈവ് ചെയ്തല്ലോ, അതാണ് തെളിവ്. ഇത് ഇങ്ങനെയാണ് ഇവരുടെ സഹിഷ്ണുതക്കുള്ള തെളിവ്. അതല്ലാത്ത വേറെ, ആ തെളിവിന്റെ അവസ്ഥ ഇപ്പൊ നമ്മൾ പറഞ്ഞു, അതെ. അതല്ലാത്ത വേറെ എന്ത് തെളിവുള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവർ സഹിഷ്ണുത കാണിച്ചിരുന്നു, മതസ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു എന്നതിന്റെ തെളിവ് ലിയാഖത്ത് സത്യസന്ധനാണെങ്കിൽ കൊണ്ടുവരാൻ ബാധ്യസ്ഥനാണ്. അപ്പം മാത്രമല്ല, ഇപ്പം ഇത് നമ്മളൊരു നുണ പിടിച്ചു, അതിനോടുള്ള പ്രതികരണം ആയതുകൊണ്ടാണ് മുസ്സിനെ 1 മണിക്കൂർ ഇരുന്ന് കണ്ടത്. 1 മണിക്കൂർ ഇരുന്ന് കണ്ടിട്ടുള്ള അതിന്റെ ഒരു അവസ്ഥ എന്താണ്? ഒന്ന് ഇങ്ങനത്തെ കുറെ കോമഡികളാണ്, പിന്നെ അതിലും കുറെ കളവുകളാണ്. ഇപ്പൊ ഏകദേശം 6ഓളം കളവുകൾ അതിൽ നിന്ന് തന്നെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് മറുപടി ആയിട്ട് പറഞ്ഞാണ്. അപ്പൊ അതിലും 6 കളവുകൾ തിരികെ കയറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് എല്ലാം കൂടി ഒരു വീഡിയോയില് എല്ലാ കളവും പറയാന്നുള്ളത് പ്രാക്ടിക്കലി കുറച്ച് പ്രയാസമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നമ്മുടെ നുണ സീരീസ് ഓൾറെഡി റണ്ണിങ് ആണല്ലോ. അപ്പൊ അതിൽ നമുക്ക് പിന്നെ അതിൽ ഓരോ നുണകളായിട്ട് തന്നെ ലിയാഖത്ത് അതിൽ തന്നെ ഒരു പരാതി പറഞ്ഞു, എന്റെ ഇതുള്ള അപൂർവമാണ് വരുന്നത്, നുണ സീരീസിൽ വരുന്ന നുണകൾ വരുന്നത് അപൂർവമാണ്. അപ്പൊ അതായത് നുണ പറയുന്നുണ്ട് മനസ്സിലായി. രണ്ടാമത്തത് അപൂർവമാണുള്ള കാരണം ഈ പറഞ്ഞതാണ്. കാരണം ഇങ്ങനെ നീട്ടിപ്പരത്തിയിട്ട് പറയും. ഇതില് അതാണ് ഞാൻ പൊതുവെ പറയാറുണ്ട്, ആരെങ്കിലും എന്നിട്ട് ഇയാൾ കണ്ടന്റ് പറയുന്നത് മാത്രം കട്ട് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറിലൊരു 5, 6, 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അത് മാത്രം കട്ട് ചെയ്ത് തരികയാണെങ്കിൽ നമുക്ക് അതിന് മറുപടി ആണ്. ഇത് ഇങ്ങനെ കണ്ട് നമ്മളെ പിന്നെ കുറെ പിന്നെ അനാവശ്യം പറയുന്നു, കളിയാക്കുന്നു, അതുപോലെ തന്നെ കുറെ വീരവാദം മുഴക്കുന്നു. ഇതൊക്കെ കണ്ട് വേറെ രസമുണ്ട്. മൂപ്പര് 1 മണിക്കൂർ വീഡിയോ എടുത്തല്ലോ, അതിൽ മൂപ്പര് നമ്മുടെ വീഡിയോന്റെ തമ്പനയിൽ കൊടുത്തിട്ടുണ്ട് നമുക്കുള്ള മറുപടി എന്ന് കാണിക്കാൻ വേണ്ടിട്ട്. പക്ഷെ അതിൽ നമുക്കുള്ള മറുപടി ഇല്ല, മൂപ്പര് അതിൽ പറയുന്നുണ്ട് പിന്നെ നാളത്തെ ലൈവിൽ തരാം. അപ്പൊ ഇത് അതാണ് അവസ്ഥ. ഇത്രയും കുറെ പറഞ്ഞിട്ട് മറുപടി ആയിട്ടില്ല. മറുപടി ആയിട്ടില്ല എന്ന് മൂപ്പർക്ക് തന്നെ തോന്നി, 1 മണിക്കൂർ പറഞ്ഞിട്ട് മറുപടി ആയിട്ടില്ല. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പം ഇതുകൊണ്ടാണ് നുണ സീരീസിൽ ഇങ്ങക്കൊരു പിന്നെ സ്ഥാനം കുറഞ്ഞു പോകുന്നത്. അല്ലാതെ നുണ കുറഞ്ഞുകൊണ്ടല്ല, നമുക്കിത് കണ്ടിരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കണ്ടന്റ് വേണ്ടേ. ഓക്കെ, നമുക്ക് നമ്മളോടുള്ള പ്രതികരണങ്ങൾ, അതിൻ്റെ ആശയപരമായ പ്രതികരണങ്ങളൊക്കെ കാണുക എന്നുള്ളത് അത് തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജബ്ബാറിന് നമ്മൾ കാണാറുണ്ട്, ആരിഫിൻ്റെ ഒക്കെ നമുക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിങ്ങനെ കുറേ ഇങ്ങനെ വീരവാദം പറയുക, പിന്നെ കുറ്റം പറയുക, അതിൻ്റെ ഇടയിൽ 1-2 കണ്ടന്റ് ഉണ്ടാവും. അതുകൊണ്ട് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഒരു 3 മണിക്കൂർ ചെയ്യുന്ന ലൈവിൽ ഒരു 10-15 മിനിറ്റ് കണ്ടന്റ് ഉണ്ടാവും. അത് മാത്രം കട്ട് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായി. അത് മാത്രമാണ് ഈ നുണ സീരീസിൽ നിങ്ങൾക്ക് സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ പിന്നെ വായ്ത്താളം മൊത്തം ഇരുന്ന് കേൾക്കാൻ നമുക്ക് ഉള്ള സമയക്കുറവ് കൊണ്ടാണെന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇതാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയും. ഇവരൊരു വലിയ കാര്യം അതിൽ കൊണ്ടുവന്നിട്ടുള്ള തെളിവിൻ്റെ അവസ്ഥ ഇതാണ്. എൻ്റെ കയ്യിലുള്ള തെളിവ് ദുർബലമായിപ്പോയി, അല്ലെങ്കിൽ കാണിച്ചരായിരുന്നു, എൻ്റെ ഐഡിയ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ കാണിച്ചരായിരുന്നു എന്ന് പറഞ്ഞ മാതിരി കയ്യിലുള്ള തെളിവ് ദുർബലമായിപ്പോയി. അപ്പോൾ ദുർബലമായ തെളിവുകളും കൊണ്ട്, ദുർബലമായ വാദങ്ങളും കൊണ്ട് ഇങ്ങനെ അപഹാസ്യരാവാതെ എന്തെങ്കിലുമൊക്കെ സത്യസന്ധമായി പറയുക. ഇതിന്റെ ഉദ്ദേശം നേരത്തെ പറഞ്ഞതുപോലെയാണ്. അതായത് ഈ
ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്നൊക്കെ പറയും ഇവരുടെ പ്രവാചകന്മാർ തൊട്ടേ ഇങ്ങനെയാണ്. മറ്റുള്ളവർ വളരെ സഹിഷ്ണുതരായിട്ട് നിൽക്കുകയാണെങ്കിലും ഇവർ അങ്ങോട്ട് കയറി ഉപദ്രവിക്കും, അങ്ങോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കും. ഇവർക്ക് ആരുമായിട്ടും നല്ല രൂപത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ സംഘപരിവാർ അടക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നെറേറ്റീവ്, അതായത് ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല സൗഹാർദ്ദപരമായി ജീവിക്കാം. യൂറോപ്പിൽ പോയ പ്രശ്നം, ഇന്ത്യയിൽ പോയ പ്രശ്നം, എല്ലായിടത്തും പ്രശ്നക്കാരാണ് ഇവർ. അതെ. ഭാരതാംബയിലെ കണ്ണിലെ കരട് എന്നൊക്കെ പറയില്ലേ, ആ സാധനത്തിനൊക്കെ ഒരു ആശയപരമായ അടിത്തറ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പല പേരുകളിൽ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത് ഇവർ പണ്ടേ ഇങ്ങനെയാണ്, ഇവരുടെ ജീനിൽ പെട്ടൊരു സാധനമാണിത്. എന്ത് പ്രവാചകനെ പഠിപ്പിച്ചു കൊടുത്തൊരു സാധനമാണിത്. സഹിഷ്ണുതരായിട്ടുള്ള, വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന, ഇടക്കിടക്കൊന്ന് കൊല്ലാൻ ശ്രമിക്കുന്നു മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സഹിഷ്ണുതയുള്ള ആൾക്കാരോട് എന്ത് ചെയ്തു, അങ്ങോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കി. അതന്നെയാണ് മുസ്ലിങ്ങളുടെ പരിപാടി എന്ന് ഈ ഇവിടെയുള്ള വെറുപ്പുൽപാദകരായിട്ടുള്ള ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രചാരണത്തിന് വെള്ളവും വളവും കൊടുക്കുന്നതിന് പകരം ഈ ദുർബലമായ തെളിവുകൾ കൊണ്ട്, ലൈഫായ ഹദീസുകൾ കൊണ്ട് നടക്കാതെ കുറച്ചൊക്കെ സത്യസന്ധത പാലിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അല്പബുദ്ധിയും പറ്റും. അല്പബുദ്ധിയും ഒക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചൊക്കെ ഒരു പൂർണ്ണ ബുദ്ധിയോടുകൂടി എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പറഞ്ഞ നുണകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഓൾറെഡി രണ്ട് മൂന്ന് നുണകൾ അതിൻ്റെ ഇടയിൽ പെട്ടത്, അതിന് മറുപടി പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാം. ദുർബലമായ തെളിവ് വേണ്ട, അല്പബുദ്ധിയും വേണ്ട. ബാക്കി നുണകൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.